UDF ഭരിക്കുന്ന ആലുവ നഗരസഭയിൽ വിജിലൻസ് പരിശോധന. ശിവരാത്രിയോടനുബന്ധിച്ച് നഗരസഭ നടത്തിയ ഇടപാടുകളിലും ആലുവ മണപ്പുറത്തെ ടെൻഡർ നടപടികളിലുമുള്ള പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ? പ്രധാനമായി വിജിലൻസിൻ്റെ പരിശോധന ഇന്ന് നടക്കുന്നത് നേരത്തെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ആലുവ മണപ്പുറം ടെൻഡർ ചെയ്ത് നൽകിയതിലുള്ള അഴിമതി, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടക്കുന്നത്. ഇതുകൂടാതെ പല വിഷയങ്ങളിലും നിരവധി അഴിമതികളിൽ വലിയ വിജിലൻസ് പരിശോധനയും വിജിലൻസ് കേസുമൊക്കെ ഉള്ള നഗരസഭയാണ് ആലുവ നഗരസഭ. ഈ ശിവരാത്രി മണപ്പുറം ഓരോ തവണയും ശിവരാത്രി കാലത്ത് ശിവരാത്രി മണപ്പുറം ഒരു വ്യാപാര മേളയ്ക്കായി ശിവരാത്രി മണപ്പുറം ടെൻഡർ ചെയ്ത് നൽകാറുണ്ട്. ഇത്തവണ ടെൻഡർ ചെയ്ത് നൽകിയത് മുൻ വർഷങ്ങളിലേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ്. അതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രധാനമായും ആരോപണം ഉയർന്നിരുന്നത്. നഗരസഭാ ഭരണസമിതി സ്വന്തം താല്പര്യമുള്ളവർക്ക്, നിക്ഷിപ്ത താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ടെൻഡർ തുക കുറച്ച് നൽകിയെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായി വിജിലൻസ് പരിശോധന നടക്കുന്നത്. ഇതുകൂടാതെ നഗരസഭയുടെ മുൻഭാഗത്ത് ശതാബ്ദിയുമായി ബന്ധപ്പെട്ടൊരു ശതാബ്ദി ഫൗണ്ടൻ നിർമ്മിച്ചിരുന്നു. ഈ ശതാബ്ദി ജലധാര, ആ ജലധാര നേരത്തെ ഉണ്ടായിരുന്ന ജലധാര നവീകരണം നടത്തി അത് ശതാബ്ദി ഫൗണ്ടനാക്കി മാറ്റുകയായിരുന്നു. 7 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച ഈ നവീകരണം നടത്തിയതിനും വലിയ അഴിമതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നിലവിലുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ടെൻഡർ ചെയ്ത മണപ്പുറം ടെൻഡർ ചെയ്ത് നൽകിയതിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് പരിശോധന നടക്കുന്നത്. എന്തായാലും ഒന്നിലധികം വിഷയങ്ങളിൽ പലതവണയായി വിജിലൻസ് അന്വേഷണവും വിജിലൻസിൻ്റെ പരിശോധനയും ഒക്കെ നടന്നു വരുന്നുണ്ട് ആലുവ നഗരസഭയിൽ. ഏറ്റവും ഒടുവിലുള്ളതാണിപ്പോൾ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട മണപ്പുറം നൽകിയ, അല്ലെങ്കിൽ മണപ്പുറം വ്യാപാരമേളയ്ക്കായി ടെൻഡർ ചെയ്ത് നൽകിയ നടപടികളിലുള്ള തട്ടിപ്പിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിലുള്ള അഴിമതിയെക്കുറിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിജിലൻസ് പരിശോധന നടന്നു വരുന്നത്. തീർച്ചയായും UDF ഭരിക്കുന്ന ആലുവ നഗരസഭയിലാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തിയിട്ടുള്ളത്. ശിവരാത്രിയോടനുബന്ധിച്ച് നഗരസഭ നടത്തിയ ഇടപാടുകളിലും ആലുവ മണപ്പുറത്തെ ടെൻഡർ നടപടികളിലുമുള്ള പരാതിയെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തുന്നത്. നഗരസഭയിലെ ശതാബ്ദി ഫൗണ്ടേഷൻ നിർമ്മിച്ചതിലെ അഴിമതിയും വിജിലൻസ് അന്വേഷിക്കും. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.